everyone, welcome back to the podcast series of Fleeky Career. ഇന്ന് നമ്മൾ സോഷ്യൽ കെയർ പ്രൊഫഷന് കീഴിൽ വരുന്ന നെക്സ്റ്റ് ഹൗസ് ബിൽഡിംഗ് കോഴ്സായ ആൾടാക്സ് ബെക്ലൈറ്റർ അഥവാ വെറ്ററൻസ് ക്രാഫ്റ്റ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഐ എം ടെസ ആൻഡ് ഐ എം പായൽ. മെഡിക്കൽ ട്രീറ്റ്മെന്റ്സിനേക്കാൾ പേഷ്യൻസിനെ കൂടുതൽ മെന്റലി ആൻഡ് ഇമോഷണലി സപ്പോർട്ട് ചെയ്യുകയും അവരുടെ ഡെയിലി ലൈഫ് കുറച്ചുകൂടെ ഈസി ആക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഫഷനാണിത്. സോ ഈ ഒരു പ്രൊഫഷൻ അഥവാ ഹൗസ് ബിൽഡിംഗ് കോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ പായൽ, ഈ ഓൾടാക്സ് ബെക്ലൈറ്റർ അഥവാ വെറ്ററൻസ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന അധികം ആരും കേട്ട് വരുന്ന ഒരു പ്രൊഫഷൻ അല്ല. സോ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വെറ്ററൻസ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് എൽഡർലി പീപ്പിൾ, ഡിമെൻഷ്യ പേഷ്യൻസ്, ലൈഫിന് സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹമുള്ളവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ്. അപ്പൊ അവർ പേഷ്യൻസിന് കമ്പനി കൊടുക്കുക, അവർ ഡെയിലി ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുക, ഡെയിലി റൊട്ടീൻ ഈസി ആക്കുക, ഇതൊക്കെയാണ് ഈ പ്രൊഫഷൻ. സോ അവരിപ്പം നഴ്സസിനെ പോലെ തന്നെയാണ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാറ്? അല്ലല്ല, മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് ആണ് നഴ്സസും ഡോക്ടേഴ്സും പേഷ്യൻസിനും കൊടുക്കുന്നത്. ഇവർ പേഷ്യൻസിന്, അതായത് ഈ വെറ്ററൻസ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരുടെ റോൾ എന്ന് പറയുന്നത് പേഷ്യൻസിനെ മെന്റലി ആൻഡ് ഇമോഷണലി സപ്പോർട്ട് ചെയ്യാന്ന് മാത്രമാണ്. ഓക്കെ, അപ്പൊ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കെയറിംഗ് മെന്റാലിറ്റി, പേഷ്യൻസ് എല്ലാം ഉള്ള ഒരാളായിരിക്കണം ഇതിന് കേപ്പബിൾ അല്ലേ? അപ്പൊ ഇതിന് വേണ്ട മെയിൻ ക്വാളിറ്റീസ് എന്ന് പറയുന്നത് കെയറിംഗ് മൈൻഡ്, പേഷ്യൻസ്, എമ്പതി ഒക്കെയാണ്. സോ ഡെയിലി വർക്കിൽ ഇവർ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആയിരിക്കും ചെയ്യേണ്ടത്? വെറ്ററൻസ് ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ അവർ പേഷ്യൻസിന്റെ കൂടെ സംസാരിക്കുക, ഗെയിംസ് കളിക്കുക, വോക്കിങ്ങിന് കൂടെ കൊണ്ടുപോകുക, മീൽസിൽ ഹെൽപ്പ് ചെയ്യുക, ഷോപ്പിംഗ്, അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അക്കമ്പനി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവർക്കും ഈ നഴ്സസ് ഒക്കെ ചെയ്യുന്ന പോലെ ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ ഓഫീസ് വർക്ക്സ് ഒക്കെ ഉണ്ടാവുമോ? ഉണ്ട്. അതായത് ഡെയിലി ആക്ടിവിറ്റീസ് റെക്കോർഡ് ചെയ്ത് പേഷ്യൻസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റാഫ്സിനെ അറിയിക്കുക വേണം. ഓക്കെ, സോ ഒരു പേഷ്യന്റ് ഏറ്റവും ആക്റ്റീവ് ആയിട്ടിരിക്കാൻ സപ്പോർട്ട് ചെയ്യേണ്ട ഏറ്റവും വലിയ റോള് ചെയ്യേണ്ട ആൾക്കാരാണ് വെറ്ററൻസ് ക്രാഫ്റ്റിലെ ഒരു പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാർ അല്ലേ? കറക്റ്റ്. പേഷ്യൻസ് ഒരിക്കലും ലോൺലിനെസ് ഫീൽ ചെയ്യാതിരിക്കാനും പേഷ്യൻസിനെ ആക്റ്റീവായിട്ട് നിർത്താനും ഇവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ കാണുന്ന കുറച്ചെങ്കിലും സ്റ്റുഡൻസിന് ആൾടാക്സ് ബെക്ലൈറ്റർ അഥവാ വെറ്ററൻസ് ക്രാഫ്റ്റ് എന്നൊരു പ്രൊഫഷനെ പറ്റി എന്തെങ്കിലും ഇൻട്രസ്റ്റ് കാണും. അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടെങ്കിലാണ് ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ കഴിയുന്നത്? ക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ പേഷ്യൻസ്, കൈൻഡ്നെസ്, എംപതി, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, റെസ്പോൺസിബിലിറ്റി എന്നൊക്കെയുള്ള ക്വാളിറ്റീസ് ഉള്ളവർക്കാണെങ്കിലാണ് ഈ ജോബ് കൂടുതലും സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം ഇവരിപ്പം ഡിമെൻഷ്യ പേഷ്യൻസ് ഒക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ മെന്റലി കുറെ സ്ട്രെസ് ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. സോ അതൊക്കെ എങ്ങനെയായിരിക്കും ഒരു മാനേജ് ചെയ്യുന്നത്? തീർച്ചയായും നല്ല സ്ട്രെസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മെന്റലി കാം ആയിട്ടുള്ളവർ വേണം ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ. കാരണം നമ്മൾ എത്രയൊക്കെ നമുക്ക് സ്ട്രെസ് ഒരു സിറ്റുവേഷൻ തന്നാലും പേഷ്യൻസിനോട് നമ്മൾ റെസ്പെക്ട്ഫുൾ ആയിട്ടും പേഷ്യൻസോട് വേണം ട്രീറ്റ് ചെയ്യാൻ. ഓക്കെ, സോ ജർമ്മൻ ലാംഗ്വേജിൽ എങ്ങനെയാണ്? ഇമ്പോർട്ടന്റ് ആണോ? എന്തോരം നമുക്ക് എത്രത്തോളമാണ് എന്ത് വാല്യൂ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള പേഷ്യൻസുമായി ട്രീറ്റ് ചെയ്യേണ്ടി വരുമ്പോഴും കൊളീഗ്സിനോട് കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ആവശ്യം വരുന്നതുകൊണ്ടും ജർമ്മൻ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ പ്രൊഫഷൻ അഥവാ വെറ്ററൻസ് ക്രാഫ്റ്റ് ചൂസ് ചെയ്യുന്നവർക്ക് എവിടെയൊക്കെയാണ് ജർമ്മനിൽ വർക്ക് ചെയ്യാൻ കഴിയുക? വർക്ക് പ്ലേസസ് എന്ന് പറയുമ്പോൾ സീനിയോർഹൈം, ഫ്ലീഗെഹൈം, പ്രിവേറ്റ് ഹൗസ് ഹോൾഡ്സ്, ഡിസബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ ആൾക്കാരുടെ വീട്ടില്, ഇവിടെയൊക്കെയാണ് ഇവർക്ക് വർക്ക് ചെയ്യാൻ കഴിയുക. അപ്പം ഇതൊരു കരിയർ ഗ്രോത്ത് ഉള്ള ഒരു പ്രൊഫഷൻ ആണോ? അതായത് എങ്ങനെയാണ് ഇവർക്ക് ഡിമാൻഡ്സ് എങ്ങനെയാണ് ജർമ്മനിയില്? അതായത് ജർമ്മനിയിൽ എൽഡർലി പീപ്പിളിന്റെ ആ ഒരു ഗ്രോത്ത് ഇൻക്രീസ് ആവുന്നതുകൊണ്ട് തന്നെ ഇയർ ബൈ ഇയർ ഈ പ്രൊഫഷൻ, അതായത് വെറ്ററൻസ് സ്റ്റാഫ്സിന്റെ പ്രൊഫഷനിലുള്ള ഡിമാൻഡ് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ കരിയർ ഗ്രോത്തിന്റെ കാര്യം എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നതോറും വേറെ ഹെൽത്ത് കെയർ ഫീൽഡിലെ കോഴ്സുകളൊക്കെ പഠിച്ചവർക്ക് കരിയർ ഗ്രോത്ത് ചെയ്ത് അതായത് ഡിഫറെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവർക്ക് ഗെയിൻ ചെയ്യും. ഓക്കെ, സോ ഈ പ്രൊഫഷൻ വെറ്ററൻസ് ക്രാഫ്റ്റ് എന്ന പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കുക? അതായത് പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള ആർക്കും ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാം. കമ്പാഷൻ, ഡെഡിക്കേഷൻ, പേഷ്യൻസ് ഇതുണ്ടെങ്കിൽ ഈ ഫീൽഡിൽ നല്ലൊരു കരിയർ നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. സോ മെഡിക്കൽ നോളജ് ഇല്ലാത്ത ആർക്കെങ്കിലും ഇതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം നമ്മൾ ട്രെയിനിങ് ഫീൽഡിൽ തന്നെ നമ്മൾ നെസസറി നോളജും ട്രെയിനിങ് സ്കിൽസും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒരു ലേണിംഗ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ മാത്രം മതി. സോ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് മെന്റലി കാം ആയിട്ടുള്ള ഒരാൾക്ക് പറ്റിയ ഒരു പ്രൊഫഷനാണ് ഇത്. സോ ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിലൂടെ വെറ്ററൻസ് ക്രാഫ്റ്റ് അഥവാ ആൾടാക്സ് ബെക്ലൈറ്ററിനെ പറ്റി കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന പോഡ്കാസ്റ്റിൽ സോഷ്യൽ കെയർ പ്രൊഫഷന്റെ കീഴിൽ വരുന്ന മറ്റുള്ള ഹൗസ് ബിൽഡിംഗ് കോഴ്സുകളുടെ എക്സ്പ്ലനേഷനുമായി വരുന്നത് വരേക്കും. Cheers.